നമസ്കാരം. ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും സ്വാഗതം. മഹാഭാരത പര്യടനത്തിൻ്റെ 51ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു നിർത്തിയത് പാണ്ഡവർക്ക് വേണ്ടി ഒരു വലിയ കൊട്ടാരം മയൻ സൃഷ്ടിച്ചതും ആ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ആ സഭയുടെ വർണ്ണനയുമൊക്കെയാണ്. സാക്ഷാൽ നാരദൻ തന്നെ വന്ന് പറയുകയുണ്ടായി, ലോകത്ത് ഇതുപോലെ മനോഹരമായ ഒരു കൊട്ടാരം കണ്ടിട്ടില്ല എന്ന്. ആ കൊട്ടാരം ഇന്ദ്രസഭയേക്കാളും ബ്രഹ്മസഭയേക്കാളുമൊക്കെ മനോഹരമായ കൊട്ടാരമാണ്. അപ്പോഴാണ് നാരദൻ ഒരു കാര്യം പറഞ്ഞത്. സ്വർഗ്ഗലോകത്ത് ചെന്നപ്പോൾ പാണ്ഡുവിന് ഒരു താല്പര്യമുണ്ടായിരുന്നു. പാണ്ഡു പറഞ്ഞത് തൻ്റെ മകൻ യുധിഷ്ഠിരൻ രാജസൂയ യാഗം ചെയ്ത് കണ്ടാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ടെന്നാണ്. അതനുസരിച്ച് കൃഷ്ണനെ വിളിച്ചു വരുത്തുന്നു. കൃഷ്ണൻ പറയുന്നു, രാജസൂയം നല്ലതാണ്, പക്ഷേ അതിനു മുൻപായി ഭാരതത്തിലെ രാജാക്കന്മാരെ എല്ലാവരെയും ജയിക്കേണ്ടതുണ്ട്. അങ്ങനെ ജയിക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം ജയിക്കേണ്ട മറ്റൊരു രാജാവുണ്ട്, അത് ജരാസന്ധനാണ്. ജരാസന്ധൻ്റെ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. വളരെ വീര്യത്തോടുകൂടി പോരാടിയ ജരാസന്ധനെ ഒടുവിൽ ഭീമൻ കൊല്ലുകയായിരുന്നു. ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമൻ ജരാസന്ധനെ വധിച്ചു. അതിനുശേഷം രാജസൂയം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. ദിഗ്വിജയമാണ് ഇനി നടത്തേണ്ടത്. ദിഗ്വിജയം നടത്തുന്നതിനായി 4 സഹോദരന്മാരെ 4 ദിക്കിലേക്ക് പറഞ്ഞയച്ചു. അർജുനൻ പോയത് വടക്കേ ദിക്കിലേക്കാണ്. വടക്കേ ദിക്കിലെ രാജാക്കന്മാരെ, പ്രത്യേകിച്ചും ഭഗദത്തൻ എന്ന രാജാവിനെയൊക്കെയാണ് അർജുനൻ അവിടെ നേരിടുന്നത്. അതിലൊന്നും വലിയ കഥകളായിട്ട് ഒന്നും തന്നെ അവിടെ പറയുന്നില്ല. അർജുനൻ വടക്കേ ദിക്കിലെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി ഗന്ധർവന്മാരുടെ രാജ്യം വരെ ചെന്നു. അപ്പോൾ ഗന്ധർവന്മാരുടെ രാജ്യത്തിലെ ദ്വാരപാലകർ പറഞ്ഞു, ഇത് ഗന്ധർവന്മാരുടെ രാജ്യമാണ്, ഇങ്ങോട്ടേക്ക് മനുഷ്യർക്ക് പ്രവേശനമില്ല, മനുഷ്യർ ഇവിടെ എത്തിയാൽ മരിച്ചു പോകും, അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോകണം. അവരുടെ ആ വാക്ക് മാനിച്ചുകൊണ്ട് അർജുനൻ പാണ്ഡവർക്ക് ജയമുണ്ടാകണമെന്നും ധർമ്മപുത്രരെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അർജുനൻ വടക്കേ ദിക്കിൽ നിന്ന് തിരിച്ച് വരികയാണ് ഉണ്ടായത്. ഭീമൻ യാത്ര ആരംഭിച്ചത്, അല്ലെങ്കിൽ ഭീമൻ ദിഗ്വിജയത്തിന് പോയത് കിഴക്കേ ദിക്കിലേക്കായിരുന്നു. പാഞ്ചാലന്മാർ, വിദേഹന്മാർ, ചേതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഭീമൻ്റെ യാത്ര. ഭീമൻ അവരെ കീഴടക്കി അവിടെ നിന്ന് ധാരാളം സ്വർണവും രത്നവും ഒക്കെ സമ്മാനങ്ങളായി രാജസൂയത്തിലേക്ക് കൊണ്ടുവരുന്നു. യുധിഷ്ഠിരന് സമ്മാനങ്ങളായി ലഭിച്ചത് കൊണ്ടുവരുന്നു. ഇനി സഹദേവൻ പോയതാണ് രസകരമായ ഒരു കഥയായി തോന്നുന്നത്. സഹദേവൻ പോയത് തെക്കേ ദിക്കിലേക്കാണ്. അങ്ങനെ തെക്കേ ദിക്കിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പാണ്ഡ്യ ചോള കേരളത്തെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ കേരളം എന്ന രാജ്യം അല്ലെങ്കിൽ കേരളം എന്ന സ്ഥലം അതേതൊക്കെ തരത്തിലാണ് എന്ന് പറഞ്ഞുകൂടാ. നമുക്കറിയാം, ഇന്നത്തെ രീതിയിലുള്ള കേരളം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കേരളം എന്നുള്ള ചിന്ത വരുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. അതിന് മുൻപ് ഒരു കേരളം എന്ന ചിന്തയില്ല. ആദ്യം കൊച്ചിയാണ് വന്നത്, പിന്നീടാണ് വിശാല കേരളം, EMS പോലുള്ളവരാണ് വിശാല കേരളം എന്നുള്ള ആശയമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കേരളം എന്നുള്ള ചിന്ത അന്നില്ല. പക്ഷേ അവർ സഹദേവൻ കേരളം എന്ന ഒരു രാജ്യത്തെത്തിയതായി മഹാഭാരതത്തിൽ പരാമർശമുണ്ട്. അത് ചേര രാജ്യമാണോ അല്ല കേരളം തന്നെയാണോ എന്ന് അറിയില്ല. ഏതായാലും സഹദേവൻ തെക്കേ ദിക്കിലേക്കാണ് പോയത്. അവിടെ നീലഭൂപൻ എന്ന രാജാവിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ അഗ്നി കാവൽ നിൽക്കുന്നു. അങ്ങനെ സഹദേവൻ്റെ കുറേ സൈനികർ ഈ അഗ്നിയിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. അതിനൊരു കഥ പറയുന്നുണ്ട്. അഗ്നിക്ക് ഈ നീലഭൂപൻ്റെ മകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അഗ്നി വിവാഹം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് അഗ്നി ഈ രാജ്യത്തിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി അഗ്നി കാവൽ നിൽക്കുകയാണ്. ഇതാണ് സഹദേവൻ കീഴടക്കിയ ആ രാജ്യത്തിൻ്റെ ചരിത്രം. ആ അഗ്നിയെയും സഹദേവൻ നല്ല രീതിയിൽ വാക്കുകളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് ഇതൊരു യജ്ഞത്തിന് വേണ്ടിയാണ് എന്ന് അപേക്ഷിച്ച് അഗ്നിയെ ഒഴിവാക്കി ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി സഹദേവൻ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹമാണ് ഈ പാണ്ഡ്യ ചോള. അതിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: പാണ്ഡ്യ ദ്രാവിഡരെയും താൻ ചോള കേരളരെയുമേ എന്നാണ്. അതായത് പാണ്ഡ്യൻ ദ്രാവിഡർ എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്.
അവരെയും ചോളരെയും കേരളരെയും ഇപ്രകാരം സഹദേവൻ കീഴ്പ്പെടുത്തിയെന്നാണ്. സഹദേവൻ വളരെ വിപുലമായ ഒരു പ്രദേശമാണ്, അറിയാമല്ലോ. ഹസ്തിനപുരത്തിൽ നിന്ന് തെക്കോട്ട് വരുമ്പോൾ സൗരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തിരികെ പോകുമ്പോൾ സഹദേവൻ കടന്നു പോകുന്നുണ്ട്. കലിംഗം, ഇവിടൊക്കെ സഹദേവൻ, അതായത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം, കർണാടക, ഇങ്ങനെ വളരെ വിശാലമായ ഒരു പ്രദേശത്ത് കൂടിയാണ് സഹദേവൻ കീഴടക്കി പോകുന്നത്. നകുലൻ പടിഞ്ഞാറേ ദിക്കിലേക്കും യാത്രയാകുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഭാരതത്തിൻ്റെ കാലത്തെ നാട്ടുരാജ്യങ്ങളുടെ ഒരു ക്രമം. അന്ന് ഈ ഭാരതം എന്നുള്ള സങ്കല്പമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ആർഷഭാരതം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അത്തരമൊരു സങ്കല്പം അവിടെ ഉള്ളതായി കാണില്ല. ഈ ആർഷഭാരതം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച്, ഹസ്തിനപുരം പോലെയുള്ള വളരെ കുറച്ച് പ്രദേശങ്ങളെയാണ് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബാക്കി രാജ്യങ്ങൾ, ബാക്കി സ്ഥലങ്ങളൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ചേതി, മഹാഭാരതത്തിൽ വളരെ ശക്തമായി വരുന്നൊരു രാജ്യമാണ് ചേതി, ശിശുപാലൻ്റെ രാജ്യം. ആ രാജ്യത്തെ മറ്റൊരു രാജ്യമായിട്ടാണ് പരിഗണിക്കുന്നത്, ഹസ്തിനാപുരമായിട്ടല്ല. അപ്പോൾ അന്നത്തെ രാജ്യങ്ങളുടെ ക്രമം ഒക്കെ ഈ രീതിയിലാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ആർഷഭാരതം എന്നുള്ള ഒരു സങ്കല്പം അക്കാലത്തുണ്ടായിരുന്നോ എന്ന് സംശയാസ്പദമാണ്. അങ്ങനെ നകുലൻ പടിഞ്ഞാറേ ദിക്ക് കീഴടക്കി. ഇവരെല്ലാവരും കൊണ്ടുവന്ന ധനവുമൊക്കെയായി വിധിപ്രകാരം രാജസൂയ യാഗം ആരംഭിച്ചു. ദുര്യോധനാദികൾ ഉൾപ്പെടെയുള്ളവർ ആ രാജസൂയത്തിൽ പങ്കെടുത്തു. ഒടുവിൽ ഈ രാജസൂയം അവസാനിക്കാൻ നേരം അർഘ്യപൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് ആ രാജസൂയത്തിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനിയായ ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ പൂജിക്കുന്ന ചടങ്ങാണത്. പലരെയും കുറിച്ച് ആലോചിച്ചു. ഒടുവിൽ യുധിഷ്ഠിരനോട് അഭിപ്രായം ചോദിച്ചു, ആരെയാണ് പൂജിക്കേണ്ടത്? യുധിഷ്ഠിരൻ എല്ലാവരെയും നോക്കി പറഞ്ഞു, ഈ നരന്മാരിൽ ഏറ്റവും ഉത്തമനായ, രാജാക്കന്മാരിൽ ഏറ്റവും ഉത്തമനായ സാക്ഷാൽ വാസുദേവൻ കൃഷ്ണൻ ഉള്ളപ്പോൾ മറ്റാരെയാണ് ഈ രാജസൂയത്തിൽ അർഘ്യപാദ പൂജ നൽകുന്നതിന്, അല്ലെങ്കിൽ അർഘ്യ പൂജ നൽകുന്നതിന് തിരഞ്ഞെടുക്കേണ്ടത്? സാക്ഷാൽ വാസുദേവൻ കൃഷ്ണൻ തന്നെയാണ് ഇതിന് അർഹനായിട്ടുള്ള വ്യക്തി, മറ്റാരെയും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. അങ്ങനെ കൃഷ്ണനെ പൂജിക്കുന്നതിനായിട്ട് ആരംഭിച്ചു, അല്ലെങ്കിൽ കൃഷ്ണനെ പൂജിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സഹദേവനോടാണ് അർഘ്യപൂജ ചെയ്യാൻ പറയുന്നത്. സഹദേവൻ ഒരുപക്ഷെ ഇളയാൾ എന്നുള്ള പരിഗണനയിലായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ട് അർഘ്യപൂജ ചെയ്യിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി അവിടെ ഒരു എതിർപ്പ് ഉയരുന്നു. എതിർത്തത് മറ്റാരുമല്ല, ശിശുപാലൻ എന്ന രാജാവാണ് എതിർത്തത്. ശിശുപാലൻ്റെ കഥയുണ്ട്, അത് വിശദമായി അടുത്ത എപ്പിസോഡിൽ പറയാം. ശിശുപാലനാണ് എതിർക്കുന്നത്. ശിശുപാലന് ഇതൊരു ഒട്ടും സമ്മതമാവുന്നില്ല. ശിശുപാലൻ ചോദിക്കുന്നു, ഇവിടെ വയസ്സുകൊണ്ടാണെങ്കിൽ എല്ലാവരേക്കാൾ മൂത്ത ഭീഷ്മനുണ്ട്, അദ്ദേഹത്തിനെയല്ലേ പൂജ ചെയ്യേണ്ടത്? ബന്ധുക്കളിലെ പ്രായം കൊണ്ട് നോക്കാനാണെങ്കിൽ ദ്രുപദൻ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനെയാണ് പൂജ ചെയ്യേണ്ടത്. രാജാക്കന്മാരിൽ വെച്ചാണെങ്കിൽ മറ്റ് പല രാജാക്കന്മാരും കൃഷ്ണനേക്കാൾ ബലവാന്മാരും കൃഷ്ണനേക്കാൾ ശക്തിയുള്ളവരും അല്ലെങ്കിൽ കൃഷ്ണനേക്കാൾ മഹാന്മാരുമായ പല രാജാക്കന്മാരുമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഇടയനായ അല്ലെങ്കിൽ കാലി മേയ്ക്കുന്നവനായ യാദവനായ ഇയാളെയാണോ നിങ്ങൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കോപത്തോടു കൂടി ചോദിക്കുന്നു. അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശിശുപാലന് കൃഷ്ണനോട് വിരോധം വരാൻ ഒരു കാരണമുണ്ട്. ശിശുപാലൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് രുക്മിയുടെ സഹോദരി. രുക്മിയുടെ അച്ഛൻ ഭീഷ്മകന് യഥാർത്ഥത്തിൽ മകളെ രുക്മിണിയെ കൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ രുക്മിക്ക്, അദ്ദേഹം വലിയ തപശക്തി കൊണ്ട് വലിയ അസ്ത്രമൊക്കെ നേടിയ ആളാണ്, പാശുപതാസ്ത്രം വരെ സമ്പാദിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ശിശുപാലനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാനാണ് ഇരിക്കുന്നത്. പക്ഷേ വിവാഹത്തിന് മുൻപ് തന്നെ രുക്മിണി തൻ്റെ ഇഷ്ടം, താൻ കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുകയില്ല എന്നുള്ള ആ കാര്യം കൃത്യമായി കൃഷ്ണനെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചതുകൊണ്ട് കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി. വിവാഹത്തിന് മുൻപ് കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ തനിക്ക് വച്ചിരുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കൃഷ്ണനോടുള്ള
ഒരു ദേഷ്യവും കൂടി ശിശുപാലനുണ്ട്. അങ്ങനെ ഈ ശിശുപാലൻ്റെ കഥ വളരെ വിസ്തരിച്ചു പറയാനുണ്ട്. ഒരു ഒറ്റ എപ്പിസോഡിൽ നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ 2 എപ്പിസോഡായി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശിശുപാലനുമായിട്ടുള്ള ജനനത്തിൽ തന്നെ വളരെ വിചിത്രമായ ഒരു ജനനമായിരുന്നു ശിശുപാലൻ്റേത്. എങ്ങനെയാണ് ശിശുപാലൻ ഈ രീതിയിലായി തീർന്നത്? ഇങ്ങനെയുള്ള വളരെ രസകരമായ കഥകൾ അടുത്ത എപ്പിസോഡിൽ പറയാം. മഹാഭാരത പര്യടനത്തിൻ്റെ ഈ എപ്പിസോഡ് കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഡീകോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.